എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങള് ഇവിടെ ദുബായിലുള്ള സെന്റ് മേരീസ് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ഞാനും ഡാനിയും ദുബായിൽ വന്നിട്ട് ആക്ച്വലി ഒരു 3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെ പള്ളിയിൽ പോയിട്ടില്ല. സോ ഇന്ന് ഞങ്ങള് പോവാന്ന് വിചാരിച്ചു. ഇന്നൊരു ഞായറാഴ്ചയാണ്. മലയാളം കുർബാന ഉണ്ടായിരുന്നത് 2 മണിക്കായിരുന്നു. അതിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. സോ നമ്മള് ഈവനിങ്ങില് 6:15 കുർബാനയ്ക്കാണ് പോകുന്നത്. ഇപ്പൊ ആക്ച്വലി സമയം 5:30 സോ ഞങ്ങൾ പോകാൻ പോവാണ്. മെട്രോയിലാണ് പോകുന്നത്. സോ നമുക്ക് പോവാം. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. എഡ്വിൻ ഇങ്ങനെ പിന്നാലെ നടക്കും. വേഗം നടക്കും, വേഗം നടക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വിളിക്കാൻ പോകുന്നത് ആക്ച്വലി ഈ ഒരു ടൈം ആകുമ്പോ എന്താ നോക്കണേ? ആക്ച്വലി ഈ ഒരു ടൈം ആകുമ്പോ ഏകദേശം 5:30 ചൂടൊക്കെ ഇത്തിരി കുറവുണ്ട്. പക്ഷെ നട്ടുച്ചക്കൊക്കെ നമ്മൾ ഇറങ്ങാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വെയിലായിരിക്കും. നമ്മൾ കണ്ട ഒരു കേരളത്തിൽ പോയതുണ്ട്. സോ ദിസ് ഈസ് ദ മെയിൻ റോഡ്. ഇവിടെ ആക്ച്വലി സീബ്ര ലൈനില് ഇങ്ങനത്തെ പോക്കറ്റ് റോഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വണ്ടികൾ വരുന്നെങ്കിൽ നമുക്ക് കിടക്കാം, വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തോളും. പക്ഷെ ഇങ്ങനെയുള്ള ഹൈവേസില് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് കണ്ടപ്പോഴേ പോകുന്ന നമ്മള് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കുള്ള സിഗ്നൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് കിടക്കാം, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ട് വരും. ഇത് ഒരു പോക്കറ്റ് റോഡാണ്. പോക്കറ്റ് റോഡ് നല്ല ചെറിയ റോഡ്, ഹൈവേ അല്ല. പക്ഷെ ഈ റൂട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം ഇതൊരു ഹൈവേ ആണ്. സോ നമ്മളവിടെ ഒരു ബട്ടൺ ഉണ്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് സിഗ്നൽ വരുമ്പോൾ മാത്രമേ ഗ്രീൻ ലൈറ്റ് കാണിക്കും. ആ ടൈമിൽ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സൈക്കിളും ഇപ്പം ഈ കാണുന്ന ഇലക്ട്രിക് സൈക്കിൾ, അത് ഇലക്ട്രിക് സൈക്കിൾ തന്നെയാണ് തോന്നുന്നത്. അതിനെന്താ പറയാ? ഓക്കെ. ആ കണ്ട സംഭവം ഫുട്പാത്തിൽ കൂടെ തന്നെയാണ് പോവുക. അവർക്ക് റോട്ടിൽ കൂടെ പോകാൻ പാടില്ല. സൈക്കിളിലും നേരത്തെ കണ്ട വെഹിക്കിളും. അവർ ശരിക്കും പോകുന്നുണ്ട് പേടിയാവട്ടോ. അവരെങ്ങനെ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കാറ്. എങ്ങനെ ബാലൻസ് കിട്ടുന്നതാവോ? ഈ കാണുന്ന വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി. നമ്മളുടെ മെട്രോ സ്റ്റേഷൻ എത്തി. കാണുന്നില്ല അല്ലേ? കയറാൻ പോവാണ്. ഗ്രീൻ ലൈറ്റ് കണ്ട. മെട്രോ മെട്രോ അല്ല, ലിഫ്റ്റിലാണ്. തെറ്റിപ്പോയതാ. നമ്മൾ അങ്ങനെ മെട്രോക്ക് ഇറങ്ങി. ഇപ്പോൾ ഇത് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ആക്ച്വലി മെട്രോ സ്റ്റേഷനിൽ വീഡിയോ എടുത്തിട്ടുണ്ടായി. പക്ഷേ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ടായി. ആൾ പറഞ്ഞു വീഡിയോ അലോഡല്ല, എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഉള്ളിലെടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് അലൗഡ് അല്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ കുറേ റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ളതൊക്കെ. സോ അലൗഡ് അല്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. സോ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നുന്ന ഈ ഫ്രണ്ടിൽ പോകുന്ന എല്ലാവരും പള്ളിയിലേക്കുള്ളവർ തന്നെയാണെന്നാണ് കേട്ടോ. ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടോ കുറേ സാധനങ്ങൾ. എന്തോ ചൈനീസ് ഫുഡൊക്കെ ഉണ്ട്. നമ്മുടെ ടിക്കൊക്കെ അതുപോലെ ഒരു സ്റ്റിക്കിൽ എന്തൊക്കെ കയറ്റി വെച്ച് അങ്ങനെ എന്തോ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. നമ്മൾ ട്രൈ ചെയ്തില്ല. ഇതെന്തോ പാകിസ്ഥാൻ സ്കൂളാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതാണ് മെട്രോ കേട്ടോ, മെട്രോ ലൈൻ. നമ്മളവിടെ എത്തുമ്പോഴത്തേനും എന്തായാലും കുർബാന തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ.
ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷേ നല്ല നല്ല ക്രൗഡായിരിക്കും, നല്ല തിരക്കുണ്ടാവും. കാരണം എല്ലാവരും കുർബാന തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ വന്ന് സീറ്റൊക്കെ പിടിക്കും തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, എഡ്വിൻ പറഞ്ഞ അറിവ് എനിക്കുള്ളൂ. അവിടെ മദർ ആൻഡ് ചൈൽഡ് പാരൻസിനൊക്കെ കയറാനായിട്ട് സെപ്പറേറ്റ് ഒരു റൂമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അത്യാവശ്യം നേരത്തെ പോയില്ലെങ്കിൽ നമുക്കവിടെ സീറ്റൊന്നും കിട്ടില്ല, അപ്പോൾ പുറത്ത് നിൽക്കേണ്ടി വരും. സോ അവിടെ ആക്ച്വലി കുർബാന തുടങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് പോകേണ്ട സൈഡ് ലെഫ്റ്റാണ്, അവിടെയാണ് കിഡ്സ് ആൻഡ് പാരൻസിൻ്റെ ഏരിയ. അവിടെ എഴുതി വെച്ചേക്കുന്നത് മദർ ആൻഡ് കിഡ് എന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ വന്നിരുന്നെങ്കിൽ എഡ്വിനും കയറാൻ പറ്റുമായിരുന്നു. നമ്മളിത്തിരി ലേറ്റ് ആയതുകൊണ്ട് എഡ്വിന് കയറാൻ പറ്റിയില്ല, എഡ്വിന് പുറത്ത് നിൽക്കേണ്ടി വന്നു. ഇതാണ് ആ ഏരിയ. ഇവിടെ ഒരു ഗ്ലാസ് വെച്ച് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പാരൻസിനും കുർബാന കാണാം. അങ്ങനെ ഇതാണ് പള്ളി. അത്യാവശ്യം വലിയ പള്ളിയാണ് കേട്ടോ, നല്ല വലുപ്പമുണ്ട് പള്ളിക്ക്. ഏകദേശം ഒരു 8 മണിയാകുമ്പോഴത്തേനൊക്കെ കുർബാന കഴിഞ്ഞു കേട്ടോ. പിന്നെ പുറത്തെന്തൊക്കെയോ നോവേന കൈൻഡ് ഓഫ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമ്മൾ കുർബാന കഴിഞ്ഞ് നമുക്ക് പള്ളിയുടെ ഉള്ളിൽ ആക്ച്വലി കയറാൻ പറ്റിയില്ലല്ലോ, സൈഡിലല്ലേ ഇരുന്നുള്ളൂ. അപ്പം നമ്മൾ പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ആക്ച്വലി നമ്മൾ എഡ്വിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായി, അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് മറന്നുപോയി വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ ഞാൻ അവരോട് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല, ഇനി നെക്സ്റ്റ് ടൈം കാണാമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിയാണിത്. ഡാനി അത്രയ്ക്ക് നല്ല മൂഡിലെല്ലാം തോന്നുന്നു, കാരണം അവന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. പള്ളിയിലിരുന്ന് ഉറങ്ങിയായിരുന്നു, പക്ഷെ എന്നാലും ഉറക്കം അങ്ങ് ശരിയായിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ മൂഡ് അത്ര ശരിയല്ല. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഗോൾഡ് സൂക്കിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുന്നത്. വെളിച്ചല്ലേ ഒട്ടും. ഗോൾഡ് സൂക്കിലോട്ട് പോയാലോ എന്നാണ് വിചാരിക്കുന്നത്. അതിൽ പോകുന്ന വഴിക്ക് തന്നെയാണ് അല്ലേ, അതിൽ പോകുന്ന വഴിക്ക് തന്നെയാണ്. സോ അവിടേക്ക് പോവാം. വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കും വേണം. ഇങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിട്ടോ. ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് ഗോൾഡ് സൂക്കിലോട്ടാണ്. നമ്മൾ വീട്ടിലോട്ട് ഈ ഒരു വഴിയിൽ തന്നെയാണ് ഗോൾഡ് സൂക്ക് ഉള്ളത്. അപ്പം ഇനിയിപ്പോൾ അവിടെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിപ്പോൾ. നേരത്തെ ഞാൻ സംസാരിച്ചത് മൈക്ക് കണക്ട് ചെയ്യാൻ മറന്നു. മൈക്ക് കണക്ട് ചെയ്യാണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാണാം. നമ്മൾ മെട്രോ ചെന്നിറങ്ങിയ ആ സ്ഥലം ബസ് സ്റ്റേഷനായിരുന്നു തോന്നുന്നു. ബസ് സ്റ്റേഷൻ തന്നെയാണ്, കുറേ ബസ്സുകളൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അത് ബസ് സ്റ്റേഷൻ ആവുമല്ലോ. അപ്പോൾ ബസ് സ്റ്റേഷനാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആക്ച്വലി ഈ കാണുന്ന ഏരിയയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല പോഷ് ഏരിയയാണെന്ന് തോന്നുന്നു ഈ സൈഡ്. പിന്നെ എനിക്കിപ്പോൾ ആക്ച്വലി മെയിൻ ആവശ്യം ഫുഡാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ ആക്ച്വലി ഡാനിക്ക് ബ്ലൂബെറി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്നാക്ക് പോലെ. അപ്പോൾ അവനത് കൊടുത്തു. പക്ഷെ എനിക്കൊന്നും കയ്യിൽ പിടിച്ചില്ല. ഇവൻ പാലും കുടിക്കുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ ഇവനെ, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായി. പിന്നെ നമുക്ക് ചെറുതായിട്ട് വഴിയിലൊരു കൺഫ്യൂഷൻ വന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ച് നടന്നപ്പോഴത്തേനും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആക്ച്വലി ആ റെസ്റ്റോറൻറ്റിൽ കയറി ഡാനിക്ക് ഒരു അവക്കാഡോ ക്രാഷ് ചെയ്ത് തരാൻ പറഞ്ഞു, മിൽക്കും ഷുഗറും ഒന്നും ആഡ് ചെയ്യാതെ. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഒരു ഷവായി ഞങ്ങൾ ഫുള്ള് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ സംസാരിച്ചിരുന്നു, പക്ഷെ ഒടുക്കത്തെ നോയ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു സൂപ്പാണ് അവർ തന്നെ. പിന്നെ നമ്മുടെ ഷവായി എത്തി. ഇവർ ഷവായിക്ക് ചെറിയൊരു സോസ് പോലെയൊക്കെ തരുന്നുണ്ട്. അതെല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്തായാലും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗോൾഡ് സൂക്കിൽ എത്തി. ഇതാണ് ഗോൾഡ് സൂക്കിൻ്റെ എൻട്രൻസ്. പിന്നെ ഡാനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത അവക്കാഡോ ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു കേട്ടോ ലാസ്റ്റ്. അതിൽ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് അവന് ഇഷ്ടമായില്ല. ഞാൻ ആക്ച്വലി പനക്കൽക്കണ്ട് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കാറ് അവന്. പക്ഷേ ഇവിടെ അതൊന്നുമില്ലല്ലോ, ഡേറ്റ്സ് ആഡ് ചെയ്താലും മതിയായിരുന്നു. പിന്നെ അത് ഞാൻ തന്നെ കഴിച്ചു. അവന് കുക്കുംബറൊക്കെ ഉണ്ടായിരുന്നു, കുക്കുംബർ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് കൊടുത്തു കുറച്ച്.
പിന്നെ നമ്മൾ തന്നെ ഗോൾഡ് സൂക്കിൻ്റെ എൻട്രൻസ് എത്തി. ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ക് എന്ന് വെച്ചാൽ മാർക്കറ്റ് എന്നാണ് മീനിങ് തോന്നുന്നു. അപ്പോൾ ഗോൾഡിൻ്റെ ഒരു മാർക്കറ്റ്, അങ്ങനെ ഒരു ഏരിയ ആണിത്. ഇവിടെ ഫുൾ ഗോൾഡിൻ്റെ ഷോപ്സ് ആയിരിക്കും. സിൽവർ വിൽക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. സിൽവറും വിൽക്കുന്നുണ്ട് തോന്നുന്നു. വെറൈറ്റി നല്ല വെറൈറ്റി ഡിസൈൻസ് ഉള്ള മാലകളും അങ്ങനെ കുറേ ഇവിടെ കാണാം കേട്ടോ. കുറേ ഏരിയ ഉണ്ട് അത്. ഇവിടെ ആക്ച്വലി 3 ഫേസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഈ കണ്ട ഷോപ്പില്ലേ, ഇവിടെ ആക്ച്വലി പണിക്കൂലി ഇല്ല, മേക്കിംഗ് ചാർജ് ഒട്ടും വാങ്ങില്ല തോന്നുന്നുണ്ട്. പിന്നെ ഇത് കണ്ട ഈ മാലകളുടെയൊക്കെ ഡിസൈൻസ് നോക്ക്, നല്ല രസമില്ലേ കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് അധികം ലേറ്റ് ആക്കാൻ പറ്റില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കയറാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു റിവറാണിത്. അവിടെ ഇങ്ങനെ ഒരു ബോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ബോട്ട് ആക്ച്വലി ഇങ്ങനെ ഇത് ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് എന്തോ ഒരു ബോട്ടാണ്. എഡ്വിൻ ആക്ച്വലി ഓൾറെഡി ഇതിൽ കയറിയിട്ടുണ്ട്. എത്രയായിരുന്നു ഇതിന് വരുന്ന പ്രൈസ് റേഞ്ച് എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ആക്ച്വലി ഏതെങ്കിലും ഒരു ദിവസം ഇതിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മെട്രോ കയറി. നമുക്ക് മെട്രോ മാറി കയറൊന്നും വേണ്ട, കറക്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങാം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡാനി ഭയങ്കരമായിട്ട് എക്സ്പോസ്റ്റഡായി. അവന് നല്ല വാശിയൊക്കെയായി. അവന് ഉറങ്ങാനായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മളിത് മെട്രോ ഇറങ്ങി. ഇനി നമ്മളിത് നമ്മുടെ വീട്ടിലോട്ട് പോകും. ഇനി അങ്ങോട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങും, വീട്ടിലോട്ട് നടക്കും, വീട്ടിൽ പോവും, കിടന്നുറങ്ങും. ഫുഡൊന്നും ഇനി കഴിക്കാനുണ്ടാവില്ല. ഫുഡ് നമ്മൾ ഓൾറെഡി കഴിച്ചാണല്ലോ. ബട്ട് വിശക്കുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹൈവേസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യണം. എന്നിട്ട് റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ആയാലേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ, സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന കാര്യം. അതാണ് ഈ ബട്ടൺ കേട്ടോ. ഇപ്പോൾ അവിടെ റെഡ് ലൈറ്റ് ആണ്. ഇനി നമ്മളത് ഗ്രീൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.